തമിഴ്നാട്ടിൽ വിജയ്ക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ അവസരം നിഷേധിച്ച് വീണ്ടും ഗവർണറുടെ നടപടിക്കെതിരെ വിമർശനം ശക്തമാവുകയാണ്. തമിഴ്നാട്ടിൽ വിജയ് ഭരിക്കട്ടെ എന്ന് എം.കെ. സ്റ്റാലിനും ഇന്ന് പ്രതികരിച്ചു. ടിവിക്കൂടെ സർക്കാർ രൂപീകരണത്തിന് DMK തടസ്സമാകില്ലെന്നും സ്റ്റാലിൻ DMK MLA-മാരുടെ യോഗം ഇന്ന് വൈകിട്ട് ചേരും. അണ്ണാ DMK MLA-മാരെ റിസോർട്ടിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നു. വിവരങ്ങളുമായി ഫെമിന കൂടി ചേരുകയാണ്. ഫെമിന, ഇന്ന് വീണ്ടും വിജയും ഗവർണറും തമ്മിലുള്ള കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു. ആ കൂടിക്കാഴ്ചയും പരാജയപ്പെട്ടിരിക്കുകയാണ്. ഈ 118 MLA-മാരുടെ കത്ത് കിട്ടിയാൽ മാത്രമേ സർക്കാർ രൂപീകരിക്കുവാൻ അനുവദിക്കൂ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഗവർണർ, അല്ലേ? ഇന്ന് വീണ്ടും ഗവർണർ രാജേന്ദ്ര ആർലേക്കറുമായിട്ട് വിജയ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സർക്കാർ രൂപീകരിക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ട് എന്ന ഗവർണറുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയിൽ വിജയ് പറഞ്ഞത്. എന്നാൽ കേവല ഭൂരിപക്ഷം ഉറപ്പാക്കാതെ സർക്കാർ രൂപീകരിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് ഇപ്പോൾ ഗവർണർ സ്വീകരിച്ചിരിക്കുന്നത്. 113 പേരുടെ പിന്തുണയാണ് നിലവിൽ TVK'ക്കുള്ളത്. എന്നാൽ കേവല ഭൂരിപക്ഷമായിട്ടുള്ള 118 പേരുടെ പിന്തുണ വേണം എന്നാണ് ഗവർണർ പറയുന്നത്. അത്തരത്തിലൊരു സുപ്രീം കോടതി വിധിയുണ്ട് എന്നൊക്കെയാണ് ഗവർണറുടെ വിശദീകരണം. എന്നാൽ ഇത്തരത്തിലുള്ള ഈ ഗവർണറുടെ അസാധാരണമായിട്ടുള്ള ഈ ഒരു നിലപാടിനെതിരെ വിമർശനം ശക്തമാണ്. ജനങ്ങളുടെ തീരുമാനത്തെയും തമിഴ്നാടിനെയും അപമാനിക്കുന്ന നിലപാടാണ് എന്നാണ് കമൽഹാസൻ പ്രതികരിച്ചത്. അതുപോലെ തന്നെ ഇത്തരത്തിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ടുള്ള TVKയെ സർക്കാർ രൂപീകരണത്തിന് ക്ഷണിക്കണമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബിയും വ്യക്തമാക്കി കഴിഞ്ഞു. ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഗവർണറുടെ ഈ ഒരു നിലപാടിനെതിരെയുള്ളത്. സാധാരണ ഏറ്റവും വലിയ ഒറ്റകക്ഷിയെ സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ ക്ഷണിക്കുകയാണ് പതിവ്. എന്നാൽ കേവല ഭൂരിപക്ഷം തെളിയിച്ചാൽ മാത്രമേ സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നൊരു നിലപാടാണ് ഗവർണർ ഇപ്പോൾ സ്വീകരിക്കുന്നത്. സഭയിൽ ഒരു വിശ്വാസ വോട്ടെടുപ്പിലൂടെ ഭൂരിപക്ഷം തെളിയിക്കുന്നതാണ് ഉചിതമെന്നും സത്യപ്രതിജ്ഞ ചെയ്യാൻ വിജയിനെ അനുവദിക്കണമെന്നും അല്ലെങ്കിൽ അനുമതി നൽകണമെന്നുമാണ് ഇപ്പോൾ CPM അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികളെല്ലാം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഫെമിന, ഇപ്പോൾ ഇതാ ലഭിക്കുന്ന ഒരു പുതിയ വിവരം എന്ന് പറയുന്നത് ഇടതു പാർട്ടികൾ DMK നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. CPM, CPI, VCK പാർട്ടികളാണ് ഈ ചർച്ച നടത്തുന്നത് എന്നൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ആ ചർച്ചയുടെ വിശദാംശങ്ങൾ കൂടി. നേരത്തെ തന്നെ ഈ കേവല ഭൂരിപക്ഷം ഉറപ്പാക്കുന്നതിന് വേണ്ടി വിജയ് CPIയുടെയും CPM-ന്റെയും ഒക്കെ പിന്തുണ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആ ഒരു പിന്തുണ കൊടുക്കുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസ്ഥാന നേതൃത്വമായിരിക്കും തീരുമാനിക്കുക എന്നുള്ളതായിരുന്നു CPM-ന്റെയും CPIയുടെയും ദേശീയ നേതൃത്വം വ്യക്തമാക്കിയത്. നാളെ CPM-ന്റെ സംസ്ഥാന നേതൃത്വ യോഗം തമിഴ്നാട്ടിൽ കൂടുകയും അവർ അതിലൊരു തീരുമാനം എടുക്കുകയും ചെയ്യുമെന്നാണ് MA ബേബി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ കേവല ഭൂരിപക്ഷം ഉറപ്പാക്കാതെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കില്ല എന്നൊരു നിലപാടാണ് ഇപ്പോൾ ഗവർണർ സ്വീകരിച്ചത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇടതു പാർട്ടികൾ DMK നേതാക്കളായിട്ടുള്ള സ്റ്റാലിനുമായിട്ടും ഉദയനിധി സ്റ്റാലിനുമായിട്ട് ഇപ്പോൾ ഒരു കൂടിക്കാഴ്ച നടത്തുന്നത്.